ജാൻവിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ അനു പറഞ്ഞു തുടങ്ങി. ജാൻവി, വിചാരിച്ച പോലെ വിശേഷമൊന്നുമില്ല. ഇയാൾക്ക് തലചുറ്റൽ വന്നത് മിക്കവാറും പോഷകാഹാരത്തിന്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ പ്രഷർ വേരിയേഷൻ കൊണ്ടായിരിക്കും. നമുക്ക് അതൊന്നുകൂടി ചെക്ക് ചെയ്ത് കളയാം. താൻ പുറത്തോട്ട് വാ. ഡോക്ടർ, ഒരു മിനിറ്റ്. എനിക്ക് ഡോക്ടറിനോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ, പറഞ്ഞു. അത് ഡോക്ടർ, വൈഭവേട്ടനോട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തന്നെ ഒന്ന് പറയാൻ പറ്റുമോ? വാട്ട്? പ്രഗ്നന്റ് അല്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത്? അതെന്റെ എത്തിക്സിന് എതിരായ കാര്യമാണ്. ഡോക്ടർ പ്ലീസ്, എന്റെ സാഹചര്യം അങ്ങനെയാണ്. ഞാനിപ്പോ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കും. എനിക്ക് താമസിക്കാനിപ്പോ ഒരു വീടില്ലാത്ത അവസ്ഥയാണ്. എന്നെ ഒന്ന് സഹായിക്കണം. അത് ഞാൻ എങ്ങനെയാ ഒരു കള്ളം പറയുന്നത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എന്റെ പ്രൊഫഷണൽ പരമായിട്ട് ഒരു നുണയും പറഞ്ഞിട്ടില്ല. അപ്പോ ഡോക്ടറെ പ്ലീസ്, ഈ വേദിയുടെ ചേച്ചിയെ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയായിട്ടാ കാണുന്നത്. അതുകൊണ്ടാ ചേച്ചിയോട് ഞാനൊരു സഹായം ചോദിച്ചത്. ഈ അനിയത്തിക്ക് വേണ്ടിട്ട് ഇതെങ്കിലും ഡോക്ടറിനൊന്ന് ചെയ്തൂടെ? എന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ്. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഡോക്ടറിന്റെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കേണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ സമയമില്ല ഡോക്ടറെ. വൈഭവേട്ടന്റെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. അതുകൊണ്ട് പ്ലീസ് ഒന്ന് സീരിയസ് ആയിട്ട് തന്നെ വൈഭവേട്ടനോട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയണം. സാവകാശം ഞാൻ തന്നെ അതല്ല എന്ന് പറഞ്ഞോളാം. ഡോക്ടറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഞാൻ കാര്യങ്ങൾ സോൾവ് ചെയ്തോളാം. ഇതെന്റെ അപേക്ഷയാണ്, തള്ളിക്കളയരുത്. കണ്ണീരോടെ പറയുന്ന ജാൻവിയെ കണ്ട് ഡോക്ടറിന്റെ ഉള്ളിൽ ഒരു അലിവ് തോന്നി. ഡോക്ടർ മെല്ലെ നിന്ന് ആലോചിക്കുവാൻ തുടങ്ങി. ഇതേ സമയം ജാൻവിയുടെ അടുത്തേക്ക് വന്ന മനസാക്ഷി, എന്തൊരു അഭിനയവാടി! ഓ, ഈ വർഷത്തെ ഓസ്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് മിക്കവാറും നിനക്ക് ഞാൻ മേടിച്ചു തരാൻ നോക്കാവേ. ഒന്ന് പോടി പൊട്ടി, ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒത്തിക്കാൻ നോക്കുക. അപ്പൊ വന്നിരിക്കുക ശവം. നടക്കട്ടെ. ഓസ്കാറിന്റെ സമ്മാനം തരാനായിട്ട് അവിടെ ഒരാൾ പുറത്തിരിപ്പുണ്ട്. മിക്കവാറും ഇപ്പൊ തന്നെ മേടിക്കുമെന്നാ തോന്നുന്നത്. കാരണം നിന്നേക്കാളും നല്ല ബെസ്റ്റ് ആക്ടറാണ് ഈ ഡോക്ടർ എന്ന് തോന്നുന്നു. പേടിപ്പിക്കല്ലേ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. നീ ഒന്ന് പോയേ. ഇതേ സമയം ആലോചനയിലായിരുന്ന ഡോക്ടർ തലയുയർത്തിക്കൊണ്ട് ജാൻവിയോട് പറഞ്ഞു, ശരി, നിന്നെക്കുറിച്ച് നിവേദി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. അതുകൊണ്ട് ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. പിന്നെ എനിക്കൊരു പ്രോബ്ലം ഇതിൽ നിന്നുണ്ടാവരുത്. കാരണം ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ പ്രൊഫഷനെ ഇത് ബാധിച്ചാ ഇല്ല, ഒരിക്കലും ഇല്ല. ഡോക്ടറിന്റെ ഒരു കുഴപ്പം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എല്ലാ കുറ്റങ്ങളും ഞാൻ തന്നെ ഏറ്റോളാം. അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ ഡോക്ടർ എനിക്കൊരു സഹായം കൂടി ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിലപ്പോൾ ചെക്കപ്പിനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ഡോക്ടർ, അതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ജാൻവി, ഇത് വലിയ പ്രശ്നമാകും. ഇല്ല ഡോക്ടർ, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഞാൻ ഡോക്ടറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ. ഓക്കെ, സമ്മതിച്ചു. ഇനി ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട. ഈ സംസാരം എങ്ങാനും ആ പുറത്ത് നിൽക്കുന്ന ഇയാളുടെ ഹസ്ബൻഡ് കേട്ടാ പിന്നെ അതും വലിയ പ്രശ്നമാകും. വാ, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ നോക്കട്ടെ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഓർത്ത് മാത്രമാണ് ചെയ്യുന്നത്. എനിക്കറിയാം, നിവേദി എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു അത് ഞാൻ എപ്പോഴും വേണ്ട വാ. ഇത്രയും വലിയൊരു കള്ളം പറയേണ്ട കാര്യം എന്ത് തന്നെയാ ജാൻവി? ഇന്നല്ലെങ്കിൽ നാളെ ഇത് വൈഭവിന്റെ ചെവിയിലെത്തിയ നീ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് പറഞ്ഞാൽ നിന്നെയും വെറുതെ വിടില്ല, ആ ഡോക്ടറെയും വെറുതെ വിടില്ല. അയാളുടെ സ്വഭാവം അറിയില്ല. അയാളൊരു സൈലന്റ് ബോംബാ.
മനസാക്ഷിയുടെ വാക്കുകൾ കേട്ട ശേഷം ജാൻവി രൂക്ഷമായി മനസാക്ഷിയെ ഒന്ന് നോക്കിയ ശേഷം തുടർന്നു. നിലയില്ലാ കഴത്തിൽ മുങ്ങിത്താഴുവാ ഞാൻ. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കച്ചിത്തുരുമ്പാ ഇപ്പൊ കിട്ടിയ ഈ ചാൻസ്. അത് മിസ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. ഇതിന്റെ പേരില്ലെങ്കിലും എനിക്ക് അയാളിൽ നിന്ന് അകന്നെ നിൽക്കണം. ഇതിനിടയ്ക്ക് ഞാൻ സത്യാവസ്ഥ കണ്ടുപിടിക്കും. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീയായിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തരുത് ജാൻവി. അതല്ല ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. നിനക്കറിയാലോ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന്. ഇപ്പൊ ഒരു മാരണം കൂടി വന്നു വെപ്പുണ്ട്. ഇനി അതിനെ ചൊല്ലി എന്താണോ ഇനി ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് പണ്ടേ അവള് പാരയാ. അതിന്റെ കൂടെ ഇപ്പോ എനിക്കറിയില്ല ഈ പിശാചിനെ എങ്ങനെ ഓടിക്കുമെന്ന്. ടെൻഷനോടെ നിന്ന് ജാൻവിയെ നോക്കി മനസാക്ഷി തുടർന്നു. വാസ്തവത്തിൽ നീ അവളെ ഓടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നീ എന്തിനാ അവളെ ഓടിക്കുന്നത്? അവള് നിനക്കല്ല വാല്, വൈഭവിന്റെ പിന്നാലെയാ. ഈ സമയം കൊണ്ട് വേണമെങ്കിൽ നിനക്ക് സത്യാവസ്ഥ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഒരു കള്ളച്ചിരിയോടുകൂടി പറയുന്ന മനസാക്ഷിയെ കണ്ട് ജാൻവിക്ക് എന്തോ ക്ലിക്കായതുപോലെ അവളും ചിരിച്ചു. ഇതേ സമയം താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്റെ വൈഭു, എന്ത് കാര്യത്തിനാ നീ ഈ പിശാചിനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? അതും താലി കെട്ടി. നിനക്കറിയാവുന്നതല്ലേ അവിടെ ചേച്ചി നിനക്ക് തന്ന 8ന്റെ പണി. അത് പോരാഞ്ഞിട്ടാണോ ഇനി ഇവളെ കൂടി? ചേച്ചി അനിയത്തിയും കൂടി നിന്റെ ലൈഫ് തൊലയ്ക്കും. സ്വാതിയുടെ വാക്കുകൾ കേട്ട വൈഭവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പടർന്നു. വൈഭവിന്റെ ചിരി കണ്ട് സ്വാതി എന്തോ പറയാൻ ആഞ്ഞതും പെട്ടെന്നാണ് കല്യാണി കിച്ചണിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് വന്നത്. മോളെ, ഈ ചായ മുഴുവൻ കുടിച്ചില്ലേ? എന്തു ഇതിനും വേണ്ട വർത്താനം പറയാൻ. ഈ ചായ അങ്ങ് കുടിക്ക്. ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ തയ്യാറാക്കിയത്. അയ്യോ ആൻറ്റി, എനിക്ക് വേണ്ട, മതിയായി. ആൻറ്റിയുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോഴാ എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. പിന്നെ വൈഭു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കേരളത്തിൽ വന്നത് തന്നെ, അതായത് ഞാൻ കേരളത്തിൽ വന്നത് തന്നെ എനിക്ക് ഇവിടെ ഒരു ആഡ് ഷൂട്ടുണ്ട്. എൻ്റെ കൂടെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് അറിഞ്ഞത് ഒരു ഹോട്ടൽസ് അവൈലബിൾ അല്ലെന്ന്. എൻ്റെ വീട്ടിൽ നിർത്താമെന്ന് വെച്ചാൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് എല്ലാവരെയും കൂടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കോ ആക്ടറായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുന്നതിന് വല്ല വിരോധമുണ്ടോ? കോ ആക്ടർ എന്ന് പറയുമ്പോൾ ബോയ് ഓർ ഗേൾ? ബോയ്. ഇറ്റ്സ് എ ബോയ്. ഹീസ് എ നൈസ് ജെന്റിൽമാൻ. ഹിസ് നെയിം ഈസ് സഞ്ജയ്. അവനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. ഞാനാണെങ്കിൽ കേരളത്തിനെ കുറിച്ച് ഭയങ്കര ബിൽഡപ്പൊക്കെ നടത്തിയതായിരുന്നു. പക്ഷേ ഒരു ഹോട്ടൽസ് പോലും അവൈലബിൾ അല്ലാണ്ട് വന്ന സ്ഥിതിക്ക് ഐ ആം റിയലി അഷെയിംഡ് ഓഫ് മൈ സെൽഫ്. അപ്പോഴാണ് എനിക്ക് നിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതാ ഞാൻ വീട്ടിലേക്ക് പോകാതെ പോലും ഇങ്ങോട്ട് വന്നത്. നിന്നോട് ഒന്ന് ചോദിച്ച് നിൻ്റെ പെർമിഷൻ വാങ്ങാമെന്ന് വിചാരിച്ചു. വാട്ട്സ് യുവർ ഡിസിഷൻ വൈഫു? നിന്റെ തീരുമാനം എന്തായാലും ഞാൻ അതിനോട് യോജിക്കും. എനിക്ക് ഒബ്ജെക്ഷൻസ് ഒന്നുമില്ല. ബിസിനസ് ക്ലയൻസ് വരുമ്പോഴത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഔട്ട് ഹൗസ് ഉണ്ടാക്കിയിട്ടത് തന്നെ. പക്ഷേ അത് അങ്ങനെ ഇപ്പോൾ അധികാരം വരാറില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ഫ്രണ്ടിനോട് വന്ന് താമസിച്ചോളാൻ പറ. Thank you so much. I love you. വൈഭവിനെ ചുംബിക്കുന്നത് കണ്ടാണ് ജാൻവി താഴേക്ക് ഇറങ്ങി വരുന്നത്. അവളുടെ കണ്ണുകൾ ജ്വലിക്കുന്നത് പോലെയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. ഇവളെ ഞാൻ മിക്കവാറും ഒന്ന് കൊല്ലും. എന്തോ എങ്ങനെ? നിനക്ക് വൈഭവിനെ അത്ര പിടുത്തമല്ലല്ലോ. പിന്നെ അവളുടെ കൂടെ അവനിരുന്നാ നിനക്കെന്താ പ്രശ്നം? സംശയഭാവത്തിലാണ് മനസാക്ഷി അവളോട് ചോദിച്ചത്. എനിക്ക് അവൻ്റെ കൂടെ അവൾ ഇരുന്നെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഇരിക്കുന്ന ജന്തുവില്ലേ, അത് വിഷവിത്താണ്. വൈഭവം നശിച്ചു പോയാലും ആ കൂടെയുള്ള അച്ഛനും അമ്മയും പാവങ്ങളാ. ഇവളുടെ വലയപ്പെട്ട് അവരും കൂടി അനുഭവിക്കും. അതോർത്താ കൊല്ലുമെന്ന് പറഞ്ഞ്. അല്ലാതെ എനിക്ക് വൈഭവിനോട് പ്രേമം തോന്നിയിട്ടൊന്നുമല്ല. കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പ്രേമം തോന്നാൻ പറ്റിയൊരു ചളുക്ക്. മനുഷ്യന്റെ ശരീരത്തിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴല്ലേ പ്രേമം തോന്നാൻ പോകുന്നത്.
എന്റെ പൊന്നെ, ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? ഞാനതിന് എന്താ അവളോട് ചോദിച്ചത്? എന്നെ കൊല്ലാണ്ട് കിട്ടി. ഓ, ഭാഗ്യം. ഞാൻ എന്റെ ജീവനം കൊണ്ട് പോട്ടെ എന്റെ ദൈവമേ. പടവുകൾ ഇറങ്ങിച്ചെല്ലുന്ന ജാൻവിയെ രൂക്ഷമായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാതി. സ്വാതിയുടെ നോട്ടം കണ്ടാണ് മറ്റിരുവരും ആ വശത്തേക്ക് നോക്കിയത്. ജാൻവിയെ കണ്ടതും കല്യാണി ജാൻവിയോട് പറഞ്ഞു, മോളെ സൂക്ഷിച്ച് പയ്യെ ഇറങ്ങി വന്നാ മതി. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കേറി ഇറങ്ങുന്നത് കൊണ്ടാ താഴേക്ക് മുറി മാറ്റാന്ന് പറഞ്ഞത്. അത് കേട്ടതും സംശയഭാവത്തിലാണ് സ്വാതി കല്യാണിയോട് ചോദിച്ചത്, അതെന്താ ഇത്ര വലിയ സൂക്ഷിക്കാൻ? ഇവിടെ കയ്യോ കാലോ ഒടിഞ്ഞിരിക്കുവാണോ? കയ്യോ കാലോ ഒന്നും ഒടിഞ്ഞിരിക്കുമല്ല. വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നുണ്ട്. അത് ആ വയറ്റിനുള്ളിലാ കിടക്കുന്നത്. അപ്പൊ അതിനൊന്നും പറ്റാണ്ട് നോക്കണ്ടേ, അതിനു വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. What? Is that truth? Vaipu? Tell me. Yes, she's pregnant. വൈഭവിന്റെ നാവിൽ നിന്നുകൂടി ആ വാക്കുകൾ കേട്ടതും സ്വാതിയിൽ ദേഷ്യം അരിച്ചിറങ്ങാൻ തുടങ്ങി. അതവളുടെ മുഖത്ത് പ്രകടമാകുന്നത് കല്യാണിയും ശ്രദ്ധിച്ചു. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഡി, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. എങ്കിലും ശരി, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. ഇപ്പോൾ പപ്പയും മമ്മിയും എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. എന്നാൽ ശരി വൈപ്പു, ഞാൻ പോയിട്ട് പിന്നെ വരാം ഒരു ദിവസം. പിന്നെ ഞാൻ സഞ്ജയെ ഇൻഫോം ചെയ്യാം കേട്ടോ. അവന് ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ നമ്പർ സെൻഡ് ചെയ്തേക്കാം. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അല്ല, വേണമെന്നില്ല, ഞാൻ പോയിക്കോളാം. നിക്കടോ, ഞാൻ എന്തായാലും ഓഫീസിലേക്കൊന്ന് പോവുക. അപ്പോൾ കൂട്ടത്തിൽ നിന്നെയും കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കാം. വെയിറ്റ്. കാറിന്റെ കീ എടുക്കാൻ വേണ്ടി വൈഭവ് മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന ജാൻവിയെ വൈഭവ് ശ്രദ്ധിച്ചില്ല. ഇരുവരും തമ്മിൽ കൂട്ടിയിടിച്ച് താഴേക്ക് വീഴാനായി പോയ ജാൻവിയെ വൈഭവ് തന്റെ കൈകളിൽ കോരിയെടുത്തു. ഇതുകൂടി കണ്ട സ്വാതിയുടെ കൺട്രോൾ മൊത്തം പോയി. പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്ന ജാൻവിയെയും വൈഭവിനെയും കണ്ട് സ്വാതിക്ക് നിയന്ത്രണം തെറ്റി. അവൾ ഉറക്കെ അലറി വിളിച്ചു, വൈഭു! പെട്ടെന്നാണ് ഇരുവരും തിരിഞ്ഞ് സ്വാതിയെ നോക്കിയത്. പോണ്ടേ, ചെന്ന് കീ എടുത്തോണ്ട് വാ. എനിക്ക് അധികം നേരം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കേട്ടതും വൈഭവ് മുറിയിലേക്ക് പോയി കീയും എടുത്തുകൊണ്ട് വന്ന് ഇരുവരും കൂടെ കാറിൽ കയറി യാത്രയായി. പോകുന്നതിന് തൊട്ടു മുമ്പ് സ്വാതി ജാൻവിയെ രൂക്ഷമായി ഒന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചതിന് ശേഷം വണ്ടിയിൽ കയറി യാത്രയായി. അസത്തിന്റെ നോട്ടം കണ്ടില്ലേ? അവൾ ഇപ്പൊ എന്നെ തിന്നുവെന്ന് പോലെ. നിനക്കുള്ള 8ന്റെ പണി ഞാൻ വൈകാതെ തരാവടി. നീ ഇപ്പൊ പോ. സ്വാതിയെ വീട്ടിൽ റേപ്പും സെക്സും തമ്മിൽ എന്താ വ്യത്യാസം? കിടന്ന് അലറാതെ, അച്ഛനങ്ങനെ ഇത് കേട്ടോണ്ട് വന്നാൽ എന്റെ മാനം പോകും.
ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. ഇത്രയും കോള പോലെ വളർന്ന നിനക്ക് ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയത്തില്ലേ? അറിയെങ്കിൽ നിന്നോട് ചോദിക്കാൻ വരുമോ? ഓഹോ, വ്യത്യാസം പറഞ്ഞുതരാം. അതിപ്പോ നിന്നോടായതുകൊണ്ട് എനിക്കെന്തും പറയല. ഈ കാമം നിറഞ്ഞതാണ് സെക്സ്, പ്രേമം കാമം നിറഞ്ഞതാണ് സെക്സ്, റേപ്പ് കാമം മാത്രം നിറഞ്ഞതാണ്. ചില നാറികള് റിവെഞ്ചിന് വേണ്ടി റേപ്പൊക്കെ ചെയ്യും. അത് പറഞ്ഞതിന് ശേഷം അഖിൽ ഏറ് കണ്ണിട്ട് വൈഭവിനെ നോക്കുന്നു. തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന വൈഭവിനെ മൈൻഡ് ചെയ്യാതെ അവൻ തുടർന്നു. ആ, ഇനി എന്താ? നീ എന്താ ഇങ്ങനെ ചോദിച്ചത്? അതാദ്യമേ പറ. ഒന്നുമില്ല. നീ എന്നെ ഒരുമാതിരി പൊട്ടാനാക്കിയാലോണ്ടല്ലോ. വലിയ CEO ആണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും. മര്യാദക്ക് പറയടാ. എടാ, ഞാൻ അവളെ വേദനിപ്പിക്കാനാ നോക്കിയത്. പക്ഷെ അവള് ജാൻവി അവളിന്നലെ അങ്ങനെ എനിക്കറിയില്ല. എങ്ങനെ? എന്താടാ? എടാ, എന്റെ പെങ്ങളെ എന്താ ചെയ്തടാ? നീ പറയടാ. എടാ, ഞാനൊന്നും ചെയ്തില്ല. വെറുതെ ഒന്ന് പേടിപ്പിക്കാന്നേ കരുതിയുള്ളൂ. പക്ഷെ അവക്ക് ഏതാണ്ട് ഇൻട്രസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തതാ. വെറുതെ നിന്നോട് അവക്ക് ഇൻട്രസ്റ്റ്? അത് ഞാൻ വിശ്വസിക്കണം? പോയി നോക്കടാ പുല്ലേ എന്നും പറഞ്ഞ് അഖിൽ പുറത്തേക്ക് പോയി. അഖിലേ, പോലെ ഞാനൊന്ന് പറയട്ടെ. പോയി പുല്ല്. ഇനി എനിക്ക് തോന്നിയതായിരിക്കുമോ? അവൻ പോലും വിശ്വസിക്കുന്നില്ലല്ലോ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അല്ലെങ്കിലും അവക്ക് എന്നോട് സ്നേഹം തോന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇനി ദേഷ്യം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാലും ഇന്നലെ അവളോട് അങ്ങനെ കാട്ടണ്ടായിരുന്നു. അമ്മ ഒരു സംശയം പറഞ്ഞ സമയത്തും എൻ്റെ കൺട്രോളും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഏത് നശിച്ച നേരത്താണോ എന്തോ. ബാംഗ്ലൂർ തന്നെ നിന്നാ മതിയായിരുന്നു. അവളൊന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ. അതും ആലോചിച്ചുകൊണ്ട് അവൻ ചെയറിലേക്ക് ചാരി കിടന്ന് കണ്ണുകൾ അടച്ചു. ഇതേ സമയം സന്തോഷ വാർത്ത അറിഞ്ഞ ജാൻവിയുടെ വീട്ടുകാർ അടുത്ത നിമിഷം തന്നെ ജാൻവിയെ കാണാൻ വൈഭവിന്റെ വീട്ടിലെത്തി. കല്യാണി, എന്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് സന്തോഷമായേടി. വസുന്ധര ജാൻവിയുടെ അടുത്തേക്ക് ചെന്ന് ജാൻവിയെ വാരിപ്പുണർന്നു. ഇരുവരും പരസ്പരം പുണർന്നു നിന്ന സമയത്താണ് ജാനകിയും മൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ജാനി, അങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന 4 പേരുടെയും അടുത്തേക്ക് നരേന്ദ്രനും ജിത്തുവും കടന്നു വരുന്നു. മോനെ, നിനക്ക് സുഖല്ലേ? ആന്റി, സുഖം തന്നെയാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അത് നല്ലതാ ആന്റി. പെട്ടെന്ന് തന്നെ ജിത്തു കല്യാണിയെ കണ്ണുകൾ കൊണ്ട് കാണിക്കുന്നു. പറയല്ലേ ആന്റി, ആന്റി പ്ലീസ്. അത് കണ്ടതും കല്യാണിയിൽ എവിടെയോ ഒരു വേദന അനുഭവപ്പെട്ടു. അവൾ ദയനീയമായി അവനെ നോക്കി ചിരിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച്, ഇല്ല മോനെ. അപ്പോഴാണ് ജിത്തു ശ്രദ്ധിക്കുന്നത് അവിടെ വൈഭവിന്റെ അഭാവം. ആന്റി, വൈഭവ് എന്തിയേ? വൈഭവ് ഇവിടെ സ്വാതി വന്നിരുന്നു. ജിത്തുവിന് അറിയാൻ പറ്റും നിങ്ങളുടെ റിലേറ്റീവ് ആണെന്നാ പറഞ്ഞത്. അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയി. ആ വഴി ഓഫീസിലേക്ക് വരുന്നെന്നാ പറഞ്ഞത്. അങ്ങോട്ട് വന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ? ഇല്ല, ഞങ്ങള് സന്തോഷ വാർത്ത അറിഞ്ഞത് ഉടനെ എന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ അങ്കിളിനെയും കൂട്ടിക്കൊണ്ടാ വീട്ടിലേക്ക് പോയത്. അങ്കി ഇന്ന് രാത്രിയാകും അവൻ വന്ന് കേറാൻ. അവൻ ഓഫീസിലെങ്ങാനും കാല് കുത്തിയിട്ടുണ്ടോ? പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോഴും ജാൻവിയുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ഉറ്റവരെ വേദനിപ്പിക്കേണ്ടി വേണ്ടി വരുമല്ലോ എന്നുള്ള വേദന അവളിൽ വിങ്ങി പൊട്ടുന്നതിന് തുല്യമായിരുന്നു. മുഖത്തവള് പ്രകടിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
എൻ്റെ ഈശ്വര, സത്യാവസ്ഥ അറിഞ്ഞു കഴിയുമ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? വേണ്ടായിരുന്നു. ഒരാളോടുള്ള ദേഷ്യം കൊണ്ട് സ്നേഹിക്കുന്നവരെ കൂടി വെറുപ്പിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടാവുമോ? പെട്ടെന്നാണ് അവിടേക്ക് വൈഭവ് കടന്നു വരുന്നത്. ആഹാ, മോൻ എത്തിയല്ലോ. ദേ, ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിക്കേ. നീ ഇന്ന് ഓഫീസിൽ നിന്ന് ഇപ്പോഴൊന്നും വരില്ല എന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും അത് പൊട്ടിച്ച് കൈ കൊടുത്തല്ലോടാ. അവൻ അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ സാഹചര്യത്തില്. അച്ഛനാകാൻ പോകുന്നതിന്റെ ത്രില്ലിലായിരിക്കും അല്ലേ മോനെ? എല്ലാരും എപ്പോ എത്തി? പെട്ടെന്നാണ് വൈഭവിന്റെ കണ്ണുകൾ ജാനകിയിൽ ഉടക്കിയത്. ജാൻവിയോട് ചേർന്ന് നിൽക്കുന്ന ജാനകിയെ കണ്ടതും വൈഭവിന്റെ ഉള്ളിൽ ക്രോധം ഉദിച്ചുയർന്നു. അത് മനസ്സിലാക്കിയ ജാൻവി പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുന്ന രീതിയിൽ, ദേവേട്ടൻ ഫ്രഷ് ആയിട്ട് വന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഇപ്പോഴോ? അത് എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇത് കേട്ടതും ജാൻവി ദയനീയമായി. ഞാനങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ. സത്യം പറയടി ഓതറെ, ഇത് അവന്റെ പെട്ടിക്കുള്ള ആണിയാണോ അതോ എന്റെ പെട്ടിക്കുള്ളതാണോ? പെട്ടി ചെറുതായിട്ട് മാറിപ്പോയോ എന്നൊരു സംശയം. ഏതായാലും ആണി കയ്യിലുണ്ട്. ആണല്ലേ? വരട്ടേട്ടാ, ഇത് മേടിച്ചോന്ന് ഞാൻ വരട്ടേട്ടാ. നിനക്ക് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇനി എന്റെ പെട്ടിക്കുള്ള ആണിയാണോ ഞാൻ അടിച്ചത്? ഇതേ സമയം സ്വാതിയുടെ വീട്ടിൽ സംഭവിക്കുന്നത്. ഹലോ ഹലോ സഞ്ജയ്, നിന്റെ ബോസ് പറഞ്ഞത് പ്രകാരം ഞാൻ നിന്നെ ആ വീട്ടിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ ബോസും കൂടി ചെയ്തോണം. എന്നെ ഡിസ്റ്റർബ് ചെയ്തേക്കരുത്. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിവിടെ വന്നത്. മനസ്സിലാവുന്നു കേട്ടോ? നീ എന്താ ഒന്നും റിപ്ലൈ തരാത്തത്? താങ്ക് യു സോ മച്ച് സ്വാതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല.